വയനാട് ദുരന്തത്തിൽ തിരിച്ചറിയാത്തവരുടെ സംസ്കാരത്തിനുള്ള നടപടികൾ ആരംഭിച്ചുവെന്ന് ടി സിദ്ദിഖ് MLA 24 പറഞ്ഞു. മൃതദേഹം കൂട്ടമായിട്ടായിരിക്കും സംസ്കരിക്കുക. മൃതദേഹം സംസ്കരിക്കാൻ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമി വിട്ടുകിട്ടിയെന്നും ടി സിദ്ദിഖ് MLA. ഇപ്പോൾ ഇന്നലെ മുതൽ ഞങ്ങൾ ഈ ശരീരഭാഗങ്ങൾ, അത് ഓരോ ശരീരഭാഗങ്ങളും ഓരോ ബോഡിയായി ട്രീറ്റ് ചെയ്ത് അവശേഷിക്കുന്നതായിട്ടുള്ള അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ബോഡികൾ, തിരിച്ചറിയാൻ കഴിയാത്തതായിരിക്കുന്ന ശരീരം മുഴുവൻ വലിയൊരു ബഹുമതിയോടുകൂടി സർവമത പ്രാർത്ഥനയോടുകൂടി എല്ലാവരുടെയും ബന്ധുക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒന്നിച്ച് അടക്കം ചെയ്യാനുള്ള ക്രമീകരണം ഞങ്ങൾ തന്നെ പഞ്ചായത്ത് മീറ്റിംഗ് വിളിച്ചു, സർവകക്ഷി യോഗം ഇന്നലെ വിളിച്ചു. സർവ മതസംഘടനകളും ഇവിടെയുള്ള എല്ലാ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളും അതുപോലെ റെസിഡൻസ് എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് യോഗം വിളിച്ച് അവരുടെയൊക്കെ വികാരം ഉൾക്കൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കിയാണ്. ഞാൻ തന്നെ അത് അറ്റൻഡ് ചെയ്ത് നേതൃത്വം കൊടുത്ത് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം HMLന്റെ ഭൂമി വിട്ടുകിട്ടാനുള്ള നടപടി ചെറിയാനുമായി സംസാരിച്ച് അതിനെ ക്രമീകരണം ചെയ്തു. ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടി മന്ത്രിമാർ, റിയാസ് മിനിസ്റ്ററും കേളു മിനിസ്റ്ററും ഉണ്ടായിരുന്നു, ജില്ലാ ഭരണകൂടം ഉണ്ടായിരുന്നു, സാംബശിവറാവു ഉൾപ്പെടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ച് അവിടെ തന്നെ ഒരു ക്രിമേഷൻ ബറിയൽ വേണം, അവിടെ തന്നെ ശവം അടക്കം ചെയ്യാനുള്ള, ബോഡി അടക്കം ചെയ്യാനുള്ള നടപടികൾ വേണം എന്നുള്ളത് അവരോട് കൃത്യമായി സൂചിപ്പിച്ചു. അതിനടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ അളവ് നടന്നു. ഞാനിപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അളവ് നടന്ന് 64 സെൻറ്റോളം ആവശ്യമുള്ള ഭൂമി ഇനിയും വേണമെങ്കിൽ ഇനിയും എടുത്തോളാൻ അവർ HML പറഞ്ഞിട്ടുണ്ട്. അവിടെ അളവ് കഴിഞ്ഞ് അത് JCB ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് നിരപ്പാക്കാനും ഈ കുടുംബത്തിന് മുഴുവൻ അശ്രുപൂജ അർപ്പിച്ച് അത് അവർക്ക് ഇനി ഒന്നുമില്ലല്ലോ. ഇതിൽ ആരാണ് ഞങ്ങളുടെ ബോഡി എന്നുള്ളത് പോലും അവർക്കറിയില്ല. അവർക്ക് അവസാനം ഒന്ന് സമാധാനത്തോടു കൂടി കരഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് അടക്കം ചെയ്യാൻ, ബഹുമതിയോടുകൂടി ഒന്ന് അടക്കം ചെയ്യാനുള്ള, ആദരത്തോടു കൂടി അടക്കം ചെയ്യാനുള്ള ക്രമീകരണം ഞങ്ങൾ പൂർത്തിയാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഹാരിസൺ മലയാളം ചെയ്ത നല്ല കാര്യമാണ്. മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ഭൂമി ഹാരിസൺ മലയാളം എന്ന കമ്പനി വിട്ടുകൊടുത്തു എന്നാണ് ടി സിദ്ദിഖ് MLA പറയുന്നത്.